എന്തിട്ട് പരിപാടി മക്കളെ. അങ്ങനെ അനീഷേട്ടൻ്റെ റൂമിലാണ് കേട്ടോ ഇന്നിപ്പോൾ പോകാൻ നോക്കുക. ഇന്നലെ രാത്രി വന്നതാ. അങ്ങനെ ഇനിയിപ്പോൾ നേരെ ഇവിടുന്ന് ഹരിദ്വാറിലേക്ക് എത്ര 42 കിലോമീറ്റർ ഉണ്ട്. ഒന്ന് ഇപ്പുറത്തെ കൂടി പോയിട്ട് ഇപ്പുറത്തെ കൂടി പോയിട്ടുണ്ട്. ഇത് പോകുമ്പോൾ 40 കിലോമീറ്റർ, ഇത് പോകുമ്പോൾ 43 കിലോമീറ്റർ, 3 കിലോമീറ്റർ വ്യത്യാസം. അത് നമ്മൾ ഇതും വലിയ ഹൈവേ, നല്ല ചൂടാണ്, ഗംഭീര ചൂടെന്ന് പറയില്ലേ. അങ്ങനത്തെ മരങ്ങളൊന്നും ഉണ്ടാവും. ഇതാകുമ്പോൾ മരങ്ങളുള്ള വഴിയാണ്. അപ്പോൾ ഞാൻ ഇതിയാനും പോകാൻ വിചാരിച്ചു. ഇവിടെ 40 കിലോമീറ്റർ എന്നാണ് നേരി ഒരു 5 മണിക്കൂറിനുള്ളിലൊക്കെ എത്തുമെന്ന് വിചാരിക്കണം, നല്ല റോഡായി കാരണം. അങ്ങനെ അപ്പോൾ ഹരിദ്വാറിലേക്ക് പോയിട്ട് അവിടുത്തെ പരിപാടികൾ കാണാൻ ചെയ്യും എന്തായാലും. അങ്ങനെയാണ് കാര്യങ്ങൾ മക്കളെ. അപ്പോൾ ശരി, ഞാൻ അടുത്ത പരിപാടി ഹരിദ്വാറിൽ വെച്ചിട്ട് കാണാം. ഇതാണ് ഹരിദ്വാറിൽ അനീഷേട്ടൻ്റെ റൂം കാര്യങ്ങളൊക്കെ. ഇവിടെയാണ് സെറ്റ്. ഇവിടെ നല്ല കിടന്നത് കാര്യങ്ങളൊക്കെ. രാവിലെ തന്നെ മഴ മക്കളെ. ആദ്യമൊന്നും ദൂരം ചവിട്ടാൻ പറ്റില്ല. കുറച്ച് ദൂരം വരിക, പിന്നെ വീണ്ടും മഴ, കുറച്ച് ദൂരം വരിക മഴ. ഇവിടെ ഗംഭീര മരം കിട്ടിയായിരുന്നു. ഇവിടെ മഴ പെയ്യില്ല ഇതിൻ്റെ അടിയിൽ. പക്ഷേ റോട്ടിൽ മഴയാണ്. ഇപ്പം ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പം എല്ലാം പോകാൻ നോക്കണം. 8 മണിയാകുമ്പോൾ ഇറങ്ങിയതാ. ഇപ്പോൾ 10 മണി ഈ സമയം. ഇങ്ങനെ മഴ ഇങ്ങനെ ആൾക്കാരെ പറ്റിച്ച് ഇങ്ങനെ നിൽക്കോടെ. എന്താ ചെയ്യുന്ന ഇവിടുന്ന് 30 കിലോമീറ്റർ ഉണ്ട് ഹരിദ്വാറിലേക്ക് പോണ വഴിക്ക്. പോണ വഴി ഞാൻ മറ്റേ മെയിൻ റോഡ് തിരഞ്ഞെടുത്തില്ല കേട്ടോ. ഞാൻ നല്ല ഉള്ളുവഴി പോകാൻ നല്ലതെന്ന് പറഞ്ഞില്ലേ, കുറച്ച് തണലുള്ളത്. അപ്പോൾ ആ വഴി കൊടുത്തു. പക്ഷെ മഴയെ കാരണം 2 വഴിയും കണക്ക് തന്നെയാവും. അതൊന്നും കുഴപ്പമില്ല. ഉണ്ടല്ലോ, ഇതാണ് വഴി. അങ്ങനെ മഴയൊന്നും നിന്നുണ്ട്. അപ്പം ഞാൻ എല്ലാം ഇവിടുന്ന് പോകാൻ നോക്കട്ടെ. കാര്യങ്ങൾ നടക്കില്ല മക്കളെ. സാധനങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. അങ്ങനെ മക്കളെ സമയം 11:45. ഒരു 10:30 വരെ ഗംഭീര മഴ കിടന്നു. ഫുള്ള് പോസ്റ്റ് കയറുക ഇറങ്ങുക ഈ പരിപാടി ആയിട്ട് നിൽക്കുക. അങ്ങനെ ഏറ്റവും അവസാനം ഒരു വൃത്തിയായിട്ട വെയിലായി തുടങ്ങിയപ്പോൾ റോട്ടിലത്തെ വെള്ളമൊക്കെ വെറ്റി കണ്ടില്ലേ. വെള്ളമൊക്കെ വെറ്റി. ഇത് കയറ്റാവുണ്ടല്ലേ. അങ്ങനെ ഹരിദ്വാർ എത്താൻ ഇനി എത്ര 15 കിലോമീറ്റർ ഉണ്ടാവും ഇനി. അത്രേ ഉള്ളൂ. ഇപ്പോൾ ഉച്ചയ്ക്ക് നിർത്തണമെന്നില്ല, നേരെ അവിടേക്ക് പോകാൻ നോക്കുക നല്ലത്. അയ്യോ, മഴ പെയ്ത് കഴിഞ്ഞാൽ എളുപ്പമല്ല കേട്ടാ. ഹരിദ്വാറിൽ പോയി കഴിഞ്ഞാൽ മലയാളികളുടെ അയ്യപ്പ ടെമ്പിൾ ഉണ്ടെന്ന് പറഞ്ഞേ. അവിടെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ സ്റ്റേ റെഡി ആവുമെന്ന് പറഞ്ഞുള്ളേ. അത് മലയാളികളായ കാരണം ചിലപ്പോൾ സ്റ്റേ ഒക്കെ കിട്ടുമെന്ന് പറഞ്ഞേ. വേറെ സ്റ്റേ കാര്യങ്ങളൊന്നും നോക്കിയിട്ടില്ല. അവിടെ പോയി കഴിഞ്ഞാൽ ടെൻ്റ് അടിച്ച് നിൽക്കലൊക്കെ ചിലപ്പോൾ ചടങ്ങാവുമെന്ന് പറഞ്ഞേ. നോക്കി നോക്കാം എന്തായാലും എന്താവാന്ന്. വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലാതെ കാരണം ഇത്ര നേരത്തെ അല്ലേ. ഇപ്പം എന്തായാലും 10 കിലോമീറ്റർ പിന്നെ ഉണ്ടാവുള്ളൂ. അത് വേഗം എത്തിക്കോളും. അങ്ങനെ പിന്നെ നോക്കാനും സമയമുണ്ട്. വൈകുന്നേരം എത്തിക്കഴിഞ്ഞാലാണ് നോക്കാനും പറ്റില്ല. ആകെ പെട്ട അവസ്ഥയാവുക. അപ്പോൾ അങ്ങനെ വാട്ടർ ടാങ്ക്. അയ്യോ, വലിയ കുഴപ്പമില്ല. എന്നാൽ വെയിലില്ല, പക്ഷെ പുഴുക കിടന്നിട്ട് വെറുതെ കിടന്ന് പുഴുകൊണ്ടിരിക്കുക. അയ്യോ, ഹരിദ്വാർ പോയോണ്ടിരിക്കണ വഴിയിലാട്ടാ. ഒരു 3 കിലോമീറ്റർ ഉണ്ടല്ലോ ഞാൻ അവിടേക്ക്. കണ്ടില്ലേ, ഇത് ഗംഗ
നേരെ സൈഡിൽ കൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. റോഡ് ഇങ്ങനെയായിട്ട് വരുന്നത് അതിൽ സൈഡിൽ കൂടെ കണ്ടില്ലേ. എല്ലാ സൈഡിലും നിറച്ച ആൾക്കാരൊക്കെ ഉണ്ട്, കാണണ്ടെന്നറിയില്ല. ഇതിൽ എല്ലാവരും കുളിച്ച് മുങ്ങി തൊഴുതിട്ടൊക്കെ പോകുന്നുണ്ട്. ആൾക്കാരുണ്ട് കേട്ടോ. നമുക്ക് മെയിൻ പറഞ്ഞ സ്ഥലത്തേക്ക് ഇഞ്ചൊരു 3 കിലോമീറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞേ. അപ്പോൾ അങ്ങോട്ട് പോയി നോക്കാൻ വിചാരിച്ചിട്ട് ഇതിനുള്ളൊക്കെ ഇരുന്ന കള്ളുകൂടിയാണ്. हाँ ये बैक साइड में. आपका नाम क्या है? वासु. वासु. ये बैक साइड में देखिए. എൻ്റെ പിള്ളേർ വന്നുള്ളത് ഐഡിയ നോക്കാൻ വേണ്ടി പരാട്ട. അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ സംഭവം ഒരു പാർക്ക് പോലെ ഉണ്ടാക്കിയിട്ടുള്ള സെറ്റപ്പ്. അപ്പുറത്ത് കൂടെ നടക്കാനും കുളിക്കാൻ പോണത് കുളിക്കുക വേണ്ട. പാർക്കിനുള്ളിൽ എല്ലാവരും ഇരുന്നു ഞാനുണ്ട്. ഇവിടെ അയ്യപ്പൻ ടെമ്പിൾ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അയ്യപ്പൻ ടെമ്പിളിലേക്ക് പോയി നോക്കാൻ വിചാരിച്ചിട്ടാ. അവിടെ നിൽക്കാൻ പറ്റാന്നിട്ട് അവിടെ നിൽക്കാൻ ചിന്തിച്ചാ. വേറെ പ്ലാനിങ് ഒന്നും ആയിട്ടില്ല ഇതുവരെ. ഇങ്ങനെയാണ് പരിപാടികൾ മക്കളെ. ഇതിൽ സൈക്കിളിൻ്റെ സീറ്റ് ഓർ മാറ്റാറായില്ല. മൂടങ്ങനെ വേലിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്ത് വേണമെന്ന് പറയാ. ഹരിദ്വാരം എത്തി. കാണിച്ചരാട്ടാ. ഒരു വഴി തെറ്റി ഒന്നും കൂടി വേറെ വഴി കൂടി അവിടെ വരണ്ട. അത് പറഞ്ഞാൽ ചെറിയൊരു പണി കിട്ടി. ഒരു പാലത്തിൻ്റെ മുകളിൽ കൂടി ഇറന്ന് വരണ്ടാണ് നമ്മൾ അടി ഒന്ന്. भाई इधर गुरुद्वारा है. गुरुद्वारा भाई इधर गुरुद्वारा है. हाँ गुरुद्वारा शुरू. हाँ सीधे जाओगे ना आप. हाँ गोल चक्कर बना. गोल चक्कर सीधे जाने के बाद और सीधे सहनाथ को जियो और आकर रात आग पाया तो गुरुद्वारा पहुँचो. उधर रात में रहने मिलेगा. हाँ बिल्कुल मिलेगा. इधर गोल चक्कर जाएगा वाल्मीकि चौक. वाल्मीकि चौक आना सीधे रास्ता ओके. थैंक यू. നമ്മളെ അയ്യപ്പൻ ടെമ്പിളിലത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫോൺ കട്ടായി. പിന്നെ കോള് കട്ടാവുന്നില്ല. അപ്പം ഇനി അവരെ നോക്കി നിന്നിട്ടും കാര്യം ഉണ്ടാവില്ല എന്ന് തോന്നുന്നുണ്ട്. അറിയില്ല. നല്ല പുഴുക്കുണ്ട്. അപ്പോൾ ഗുരുദ്വാര പിടിക്കാൻ വിചാരിച്ചു. കഴിഞ്ഞപ്പോൾ എവിടെയെങ്കിലും സ്റ്റേ അടിക്കണ്ട എന്തായാലും. അങ്ങനെതാ അങ്ങനെ നമ്മൾ ഹരിദ്വാർ എത്തിയിരിക്കുന്നു. കാണാനൊക്കെ യാതൊരു സൈന്യമുണ്ടല്ലോ. ഓ വെള്ളത്തിൻ്റെ കളറൊക്കെ നോക്കി. ചെളി വെള്ളമാണ്. ചെളി വെള്ളം. ഒരു രക്ഷയില്ല വെള്ളം. തൽക്കാലം ഞാൻ പോയിട്ട് സേര കാര്യങ്ങൾ നോക്കട്ടെ. എന്നിട്ട് വരാട്ടാ. കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. ഏകദേശം ഒരു രൂപ തന്നെ. അപ്പുറത്തൊരു ടെമ്പിളൊക്കെ ഉണ്ട്. ഇതാണ് ഇത്. ബിൽഡിങ്ങിൻ്റെ ഉള്ളിലേക്കൊക്കെ വെള്ളം കയറി തുടങ്ങിയില്ല. വെള്ളം നന്നായിട്ട് കയറിയോണ്ടാ. ഒരു കഴുതില്ല. കഴുതാ കഴുത കഴുത ഫുള്ള് ബിൽഡിങ്ങിക്കൊക്കെ വെള്ളം കയറി കണ്ട. വെള്ളം
കയറിയിട്ടുള്ളത് ഇങ്ങനെയാണോ എനിക്ക് അറിയില്ല കേട്ടോ. ഹിന്ദുവാരിയിലേക്കുള്ള വഴി. കുറേ അമ്പലങ്ങളുണ്ട് നമുക്ക് ഇതിനുള്ളിൽ. ശതമാനം അമ്പലങ്ങൾ നല്ല തിരക്കാട്ടോടെ. പുറത്തൊന്നും കാണുന്ന പോലില്ല, ഗംഭീര തിരക്കവിടെ. കുറേ സാധനങ്ങൾ വിൽക്കാനൊക്കെ രുദ്രാക്ഷ നല്ല കാരണം എനിക്ക് ചില നിൽക്കാൻ ചില നോക്കാം. ഇവിടുത്തെ മെയിൻ സാധനം ചില. എങ്ങോട്ടാ പോകേണ്ടത് നോക്കണം നിങ്ങൾ. അങ്ങനൊന്നും പറയണ്ട മക്കളെ, എത്ര നേരം നിന്നിട്ടാന്ന് അറിയാം. എനിക്ക് റൂം കിട്ടിയത് ഇവിടെ റൂം എടുക്കൽ ഭയങ്കര സീനാട്ടാ. അത് ഒറ്റയ്ക്കായ കാരണമാണ്. ഒറ്റയ്ക്ക് അഞ്ചാൻ ഭയങ്കര സീന. ഇവിടെ ഒറ്റയ്ക്കായ ആൾക്ക് റൂം കൊടുക്കില്ല. ഇവിടെ ഗുരുദ്വാര എന്ന് പറഞ്ഞാൽ കുന്ന് കണക്കിന് ഗുരുദ്വാരയാണ്, എല്ലായിടത്തും ഗുരുദ്വാരയാണ്. പക്ഷേ ഒരിക്കലും ഒരാൾ മാത്രമായിട്ട് തരില്ല, ഒരാൾക്കുള്ളത് തരില്ല. അങ്ങനെ കുറേ നടന്ന് എന്നിട്ട് സാധാരണ പോലെ റൂം എടുക്കാൻ പോയിട്ടും കിട്ടണില്ല. അങ്ങനെ ഈ കാണുന്നില്ലേ എന്തെന്ന് അഗാദ് മന്ദിറോ അങ്ങനെ എന്താ പറഞ്ഞിട്ടുള്ളത്, അതിലാണ് ഏറ്റവും അവസാനം റൂം കിട്ടിയത്. അങ്ങനെ പറയണ്ട. എൻ്റെ പടളിങ്ങനെ 3 മണിക്കൂറോ 3.5 മണിക്കൂർ കൊണ്ട് ഞാൻ നടന്നിട്ട് ഇവിടെ കിടന്നിട്ട് മൊത്തം ഭ്രാന്ത് വന്നിട്ടുണ്ട്. ഓശോ സംഭവം പറഞ്ഞാൽ ഇവിടെ എന്താണ് ഒരാൾക്ക് മാത്രം റൂം വരാത്തല്ല സംഭവം മനസ്സിലാവുന്നില്ല. ചോദിച്ചപ്പോൾ ഇവിടെ എല്ലായിടത്തും ഇങ്ങനെയാണ്, ഇങ്ങനെ തരില്ല. അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ട് ഇയാളോട് കഥയൊക്കെ പറഞ്ഞപ്പോഴാണ് ഇയാൾ തന്നത് ഏറ്റവും അവസാനം. ഉണ്ടല്ലോ ഇനിയിപ്പോൾ ഇവിടുന്ന് ഗംഗാരതി നടക്കുന്നുണ്ട്. ഇവിടെ എവിടെയുണ്ട് 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഗംഗാരതി ഉണ്ട് പറഞ്ഞേ. അപ്പോൾ ഗംഗാരതി കാണാൻ പോയിട്ട് വരാൻ വിചാരിച്ചിട്ടാണ്. പോണ വഴിയൊക്കെ നോക്കിക്കോ. ഫുള്ള് കടകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിവിടുന്ന് വരുമ്പോൾ ഇനി വഴി തെറ്റാണ്ടിരുന്ന അതിനുള്ളിൽ കയറാൻ എനിക്ക് അതാണ് പാടുന്നത്. ഈ സാധനം നോക്കി വയ്ക്കാല്ലേ. ഇനിയിപ്പോൾ ഇത് എല്ലായിടത്തും ഉണ്ട്. പെട്ടു. ഈ സാധനം എല്ലായിടത്തും ഉണ്ടല്ലോ ഇവിടെ. ഇവിടുന്ന് ഇനിയിപ്പോൾ എന്തിട്ട് നോക്ക് പറഞ്ഞ പോലെ ആ വാട്ടർ ടാങ്കിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള വഴി അങ്ങനെ നോക്കാമല്ലോ. അതാവും കുറച്ചും കൂടി ബെറ്റർ തോന്നുന്നുണ്ട്. ഇതിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണ വഴിയാണ് അങ്ങോട്ട്. അതിൻ്റെ ഓപ്പോസിറ്റ് വഴിയാണ് ഇപ്പോൾ നടക്കണം. അത്യാവശ്യം ദൂരം കേട്ടോ. വഴിയൊക്കെ ഇപ്പോൾ തീരെ പോലെ സൈക്കിളോട്ട് നടക്കുകയായിരുന്നു. എന്താണ് ഇവിടെ ഇവിടെയൊക്കെ വന്ന് ചോദിച്ചപ്പോൾ റൂമില്ല, റൂം തരുന്നില്ല. എത്ര സ്ഥലത്ത് ചോദിച്ചു പറയും. ഇവിടെ ധർമ്മശാല എത്ര ധർമ്മശാലയെന്ന് പറയും. ഇത്രയ്ക്ക് ധർമ്മശാല ഞാൻ വീട്ടിൽ വേണ്ടിയില്ല കേട്ടോ. ഞാനൊരു 8-9 എണ്ണത്തിനുണ്ട് മൊത്തം കയറിയിട്ടുണ്ട് ധർമ്മശാലയിൽ. എന്നിട്ട് പിന്നീട് നടന്നു. പിന്നെ ഞാൻ നിർത്തി. പിന്നെ ചോദിച്ചില്ലേ ഏറ്റവും സാധനം അങ്ങനെയാണ് കാര്യങ്ങൾ. മക്കളൊന്നും പറയണ്ട. ഈ പോണ വഴിയില്ല, ഇത് നേരെ നടന്ന് പോകണം. അപ്പത്തേക്കെത്താ ഇവിടെ നോക്കി ഹുക്ക ഷോപ്പുകളൊക്കെ ഉണ്ട്. കുടത്തിൻ്റെ ഹുക്ക മെയിനാണ്. ശീലം മറ്റേ കല്ലുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത് നോക്കി, ശംഖു കൊണ്ടുള്ളത്. അതിന് ശല്യമാണ്. ഇവിടെ എങ്ങനെയെങ്കിലും 2 ദിവസം പിടിച്ചെടുക്കാൻ നോക്കണം. പക്ഷേ റൂം എടുത്തിട്ടുള്ള കാരണം ചടങ്ങാണ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നോക്കി നോക്കട്ടെ എന്തായാലും ഇവിടെ എന്തെങ്കിലും ചെയ്ത് നിൽക്കാൻ പറ്റുമെന്നുള്ളത് അറിയില്ല.
നമ്മുടെ രുദ്രാക്ഷൊക്കെ വെക്കാൻ വെച്ചുള്ള എനിക്ക് ഇപ്പം ആ സെൻറ്ററിൽ നിന്നാണ് വന്നത്. ഇനി ഇവിടുന്ന് നോയിക്കോട്ടാ 1 കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞു ഇനിയിപ്പോൾ നടക്കാൻ. ഇനി ഇവിടെ ധർമ്മശാലകൾ കാണിച്ചു തരട്ടെ ഞാൻ എത്തരണുണ്ടെന്നുള്ളത്. എവിടെ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ധർമ്മശാല ഉണ്ട്, പിന്നെ ആശ്രമം ഉണ്ട്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് ഇവിടെ. അവിടെ ഒരു ധർമ്മശാല, ഇവിടെ ഒരു ധർമ്മശാല കേട്ടോ. 2 ആയില്ലേ. ബോർഡൊന്നും ഇല്ലാതെ കാരണം ഇങ്ങനെ കാണൂല്ല. ഇപ്പം തന്നെ 2 ഇത് നോക്കിയാൽ മതി. ഇത് ധർമ്മശാല, ഇത് ആശ്രമമാണ്. ഇത് കണ്ടു, ഇതൊരു ആശ്രമമാണ്. പിന്നെ ഇതാ അടുത്തത് ഇത് ധർമ്മശാല. ഇത് ഉള്ളിലത്തെ വഴികളിലൊക്കെ വേറെ ഉണ്ട് കേട്ടോ കുറേ, അത്രയ്ക്ക്. പക്ഷെ ഇതൊക്കെ ഫുള്ളാന്ന് പറയണവര് 2-3 സ്ഥലത്ത് ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷേ സിംഗിളായിരുന്നു തരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് വേറെ പ്രശ്നം. അയ്യോ പഠിച്ചോർന്ന് വേണ്ടി ആണല്ലേ. ഇത് വേറെ. ഇതെന്നിട്ട് ഇത് ഹോസ്പിറ്റലാണ് കൊണ്ടില്ല. അത് ഹോസ്പിറ്റലാണ്. എന്താ കപ്പലെന്ത് ഉള്ളത് ഉണ്ടല്ലോ. ഇത് വേറെ ധർമ്മശാല. പിന്നെ അത് അതിൻ്റെ അപ്പുറത്താണ് കാണുന്നത് വേറെ കുറേ ധർമ്മശാല ഉണ്ട്. ധർമ്മശാല ആശ്രമം മാത്രമാണ് മെയിൻ സാധനങ്ങൾ. ഇതെന്നിട്ടാ ഇത് ഹോസ്പിറ്റലിൽ തന്നെയാണ് കണ്ട ധർമ്മശാല ഉണ്ടല്ലേ. ഓരോന്നിട്ട് കാണാൻ മാത്രം നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല മുടി നോക്കിയാൽ രസമില്ലേ. എന്നാണ് ഇതിൻ്റെ ഉള്ളിൽ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോയിട്ട് അപ്പുറത്ത് കൂടെ തെണ്ടാത്ത സ്ഥലമില്ല. ഞാൻ ഒരു എല്ലായിടത്തും കയറി തെണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ. അയ്യോ ചൂടെടുത്ത് വയ്യാണ്ടായി തുടങ്ങി. പരിപാടി നോക്കളെ. ഇനി കുറച്ച് പേരും കൂടി നടക്കട്ടെ. കുറച്ചുണ്ടെന്ന് പറഞ്ഞാൽ 1 കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞാൽ നോക്കിയാൽ അത്ര തന്നെ. അതാണ് ഞാൻ 7 മണിക്ക് തുടങ്ങുന്നത് പറഞ്ഞത് അവിടെ. അപ്പോൾ 5:30 ആയിട്ട് ഇപ്പോൾ 5:30 കഴിഞ്ഞിട്ടുണ്ട് അതാണ് ഇറങ്ങിയത്. അത് പോയിട്ട് നമ്മൾ വാരണാസിക്ക് പോയിട്ട് ചിലപ്പോൾ ഉണ്ടായ പോലെ ഏറ്റവും ബാക്കിലൊക്കെ നിൽക്കേണ്ട അവസ്ഥ വരും ചിലപ്പോൾ. അപ്പോൾ അത് കാരണം നേരത്തെ ഇറങ്ങി. അതിൻ്റെ ഉള്ളിൽ കിടന്നപ്പോൾ ഫുള്ള് സാധനങ്ങൾ വെക്കാൻ ചോർക്കാട്ടാണ്ടില്ലേ. ഫുള്ള് സാധനങ്ങളാണ്. പൊരി ഐറ്റംസ്, മാല ഐറ്റംസ്, നല്ലതാണ് സാധനങ്ങളുണ്ട്. നല്ല തിരക്കുണ്ട് അതിൻ്റെ ഉള്ളിക്ക്. വൈകുന്നേരം ഇപ്പോൾ നല്ല തിരക്കുണ്ട്. നേരത്തെ ഇപ്പോൾ നല്ല തിരക്കൊക്കെ നടന്നു. ഇപ്പോൾ കുറച്ചുകൂടി തിരക്ക് കൂടിയതുകൊണ്ട് ഒരു തൊപ്പി ഇട്ട് തൊപ്പി വാങ്ങിച്ചേക്കണം. ആകെ ചെളി ഇത് പൊടിയൊക്കെ കയറിയിട്ട് തലയിൽ ഉള്ള സീനാണ്. എന്താ ഫോമല്ല അടിക്കുമ്പോൾ ശംഖിൻ്റെ ഷോപ്പ് നോക്കി. ശംഖ് മാലയ്ക്ക് മാത്രമായിട്ട് എന്തായാലും നല്ല സൈഡിൽ ഈ കടയൊക്കെ നോക്കി ജാതി കളർഫുൾ അതിൻ്റെ കാണാൻ നല്ല സൈഡിൽ കാണാൻ നോക്കി. അങ്ങനെ നമ്മൾ കൊടുക്കാം ഗംഗാരത്തിൽ ഇറക്കണതിൻ്റെ ആ ലൈനിലേക്ക് എത്തി. നല്ല തിരക്കാട്ടെ അവിടെ. സാധനങ്ങളൊക്കെ പോകുന്നുള്ളത് പറയാൻ പറ്റില്ല. അത് നോക്കണം നമ്മൾ നന്നായിട്ട്. കണ്ടല്ലേ അവിടെയാണ് അതിൻ്റെ അമ്പലം കാര്യങ്ങളൊക്കെ വരുന്നത്. ഏത് ഭാഗത്തേക്ക് പോകാന്നുള്ളതാണ് അറിയാത്ത നമ്മള്.
ഇവിടെ വീഡിയോ എടുക്കാൻ പാടുന്നുള്ളതെന്ന് അറിയില്ല കേട്ടോ. कपड़े चेंज कर रहे हैं, सीढ़ियों को गीला कर रहे हैं, आपसे निवेदन है वहां से हट जाएं। वहां पर आपके आरती दर्शन में बैठने के लिए व्यवस्था की जा रही है। ചെരുപ്പിട്ട് പോകാൻ പാടില്ല. व्यवस्थाओं में सहयोग बनाए रखें। बोलिए श्री गंगा मैया की जय। ഷൂ ഒക്കെ ഊരിടേണ്ടി വരുമോ? നല്ലത് കൊണ്ടുകൂടെ. നമ്മൾ ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് പണിയായി സ്നാൻ ചെയ്യുമ്പോൾ കൊടുത്തേക്കുള്ള സ്ഥലമൊക്കെ കണ്ടുപിടിക്കണം ശരിക്കല്ല. ഗംഭീര പണിയാ. അപ്പം എല്ലാവരും വരുമ്പോൾ ഈ സാധനം എടുക്കാണ്ട് വരണം കേട്ടോ. അല്ല കമ്പനിക്ക് ഒരാളെങ്കിലുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇത് ഗംഗാരഞ്ഞ അതുകൊണ്ട് എൻ്റെ പൊന്നു എന്ത് തിരക്കാൻ നോക്കി ഇവിടെ. ഗംഗാരഞ്ഞ എൻ്റെ സ്ഥലം തിരക്ക് നോക്കി ഇമ്മാര് തിരക്കാ. ഇപ്പം എങ്ങനെ പോയത്? അപ്പുറത്തോടെ വളഞ്ഞിട്ടൊക്കെ പോകണമെന്നുണ്ട്. വാ പോയി നോക്കി നോക്കാം. कितना रोक दिया? ഗംഗാ സ്നാനം ചെയ്യണത് കാണിച്ചു തരാട്ടോ ആൾ കയറി. ഓ എന്തൊഴുക്കാൻ നോക്കി ഇമ്മാതിരി ഒഴുക്കലൊരു. ഇത് എന്തൊഴുക്കുള്ള വെള്ളം നോക്കി ഇതിലാണ് ഒരു ചെയ്യണേട്ടാ. കണ്ടില്ലേ ഭയങ്കര ഒഴുക്കാ. അപ്പുറത്തെ ആൾ കയറിക്കണ നോക്കി കാലിട്ടിട്ട്. ടെമ്പിള് കന്തായാലും ഗംഗാരതി നടക്കണ അവിടുത്തെ തിരക്ക് നോക്കിക്കോട്ടെ. ഹരിദ്വാറിലത്തെ എന്ത് തിരക്കാ നോക്കി. കുറെ ആൾക്കാർ സ്നാനം ചെയ്യേണ്ട അവിടെ കണ്ടില്ലേ. നല്ല തിരക്ക്. ഗംഭീര തിരക്ക് നമ്മൾ ഗംഭീര തിരക്ക്. ഒരു രക്ഷയില്ല നമ്മളെ. ഒരാൾ എന്നിട്ട് കുറി കിട്ടാൻ നോക്കി. കുറിയിട്ട് വന്നിട്ട് കാശി ദക്ഷിണ നേരെ ഒന്ന് കുറിയിട്ട് രണ്ടാണ് ദക്ഷിണയാണ്. ഇത് കണ്ടില്ലേ. ഇത് പറഞ്ഞാൽ എന്തോ ഒരു പേര് പറയും സാധനത്തിന്. ഇത് ചുമന്നിട്ട് എത്ര ദൂരമൊക്കെ പോകും. ഗുജറാത്തിൽ നിന്ന് കുറേ സ്ഥലത്ത് നിന്നൊക്കെ വരുന്നവരുണ്ട് ഇത് കണ്ടിട്ട്. അങ്ങനെയാണ് കാര്യങ്ങൾ മക്കളെ. തുടങ്ങാൻ 7 മണിയാവുമെന്ന് പറഞ്ഞേ. 7 മണി വരെ വെയിറ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് എന്താണെന്ന് നോക്കാം നമുക്ക് ബാക്കി. ഗംഭീര തിരക്ക് എളുപ്പമല്ല.
देखिए पूरा देश खड़ा हो जाएगा। അങ്ങനെ ഇതാണ് ഗംഗാരതി ഇവിടുത്തെ വാരണാസിത്തെ പോലത്തെ വലുതൊന്നല്ല കേട്ടോ, അത്രയ്ക്കാണ് പ്രതീക്ഷിക്കണ്ട.